എങ്ങനെയാണ് പാപം കഴുകിക്കളയാൻ പറ്റുന്നത്? ഈ ദുനിയാവിലെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും പടച്ചവനെ അഹങ്കാരത്തോടുകൂടി ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങൾ കഴുകാറുള്ള വഴി എന്താണെന്ന് ചിന്തിച്ച് നടക്കുന്നവരോട് എങ്ങനെയാണ് ഉസ്താദേ എന്റെ പാപങ്ങളെ പൊറുക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഞാൻ എന്റെ പാപങ്ങളെന്ന് കഴുകിക്കളയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായാ വയർഫഉ ബിഹി ദറജാത്ത്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അവിടെ നിന്ന് കഴുകിക്കളയുവാറുള്ള, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനങ്ങൾ കിട്ടുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ പദവികൾ കിട്ടുന്ന, അല്ലാഹു ആദരിക്കുന്നവരാകാൻ, അല്ലാഹു ബഹുമാനിക്കുന്നവരാകാൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാകാൻ ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരട്ടെ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ സഹാബത്ത് പറയുന്നു, ബലായാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് പറയുന്നത്. ഈ പറയുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ, ഈ പറയുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറായ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ പടച്ചവനെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കഴുകിക്കളയാൻ കഴിയുന്ന എളുപ്പ വഴിയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. പക്ഷേ നീ ഇത് നിസ്സാരമായി കാണുന്ന കാര്യമാ, ഞാനും നിങ്ങളും പരിഗണിക്കാത്ത കാര്യമാ. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമല്ലോ, പക്ഷേ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ പരിഗണിക്കാറില്ല. അതിന് നമ്മൾ നിസ്സാരമായി കാണുകയാണ്. എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ ഇതിനെ നിങ്ങൾ നിസ്സാരമായി കാണല്ലേ, ഇതിനെ നിങ്ങൾ നിസ്സാരമായി ഉപേക്ഷിക്കല്ലേ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ വഴിയാ. അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉയരുവാൻ, അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ ദറജകൾ ഉയരുവാൻ ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു തരുന്ന കാര്യമെന്താ? ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എളുപ്പത്തിൽ പൊറുക്കാൻ കഴിയുന്ന ഒന്നാമത്തെ നന്മ എന്തെന്നറിയുമോ സഹാബാ? ഇസ്ബാഉൽ വുദൂഇ അലൽ മഖാരി. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എളുപ്പത്തിൽ പൊറുക്കാൻ കഴിയുന്ന, എളുപ്പത്തിൽ കഴുകി ശുദ്ധമാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ നന്മ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ സഹാബാ? ഒന്നുകൊടുക്കുമ്പോ നിങ്ങൾ സൂക്ഷിക്കണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒലുവെടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സൂക്ഷിക്കണേ, നിങ്ങളൊന്ന് സൂക്ഷ്മത പുലർത്തണേ. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ഒന്നു കളിയല്ല, ഒന്നു തമാശയല്ല. നിങ്ങൾ ആ ഒലുവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഒളിവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചോ നബിയേ, ഒളിവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒളിവെടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ, എങ്ങനെയാണെന്ന് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് പഠിക്കുകയാണ്. ജിബ്രീലിന്റെ മുന്നിൽ നിന്ന് ഒളിവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതാ ഒളിവെടുക്കാ പഠിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. യാ സ്വഹാബാ, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടതെന്ന് പഠിച്ചോ സഹാബാ, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത് നിങ്ങൾ പഠിച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് ഒളിവെടുത്ത് കാണിച്ചു കൊടുക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടതെന്ന് പഠിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒളിവെടുത്ത് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഒളിവെടുക്കേണ്ടത് എന്ന് പ്രവാചകൻ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ആരെങ്കിലും ഞാൻ ഒളിവെടുത്ത് കാണിച്ചു തന്നതുപോലെ ഒളിവെടുത്താൽ, ആരെങ്കിലും ഞാൻ എങ്ങനെയാണ് ഒളിവെടുത്തത് എന്ന് കാണിച്ചു തന്ന രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ഒളു ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും ഒളു ചെയ്യുന്നവരാ. നമ്മളെല്ലാവരും 5 വഖത്ത് നിസ്കരിക്കണമെങ്കിൽ ഒളു വേണമല്ലോ. ഞാൻ നിങ്ങളും എല്ലാവരും ഒളു ചെയ്യുന്നവരാ. പക്ഷെ ഒളു ചെയ്യുന്ന സമയം നമ്മൾ ആരും സൂക്ഷ്മത പുലർത്താറില്ല. നമ്മുടെയൊക്കെ ഒളിവെടുക്കുന്ന രംഗത്തെ കുറിച്ച് പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒളു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിക്കണം. ചുമ്മാതെ പള്ളിയുടെ പൈപ്പിന്റെ ചവിട്ടിയിൽ പോയി കിടന്ന് കാണിക്കുന്ന കലാപരിപാടി ഉണ്ടല്ലോ, ഒളിവെടുപ്പ്. എന്താണ് ഈ ഒളു? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്തമാ ഒളുഇന് അല്ലാഹു കൊടുക്കാമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഒളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഓടി പള്ളിയിലേക്ക് കയറി വരും. പള്ളിയിലേക്ക് ഓടി കയറി വരും. ഉസ്താദ് നിസ്കാരത്തിന്റെ അവസാനത്തെ തഹയ്യാത്തിനിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളൊക്കെ കയറുക. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫശാഇ വൽ മുൻകർ വൽ ബഈ യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. രണ്ടാമത്തെ ഖുതുബ തീരുമ്പോഴാ ഓടി കയറുക. അപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ ഓടി വന്നിട്ട് പൈപ്പിന്റെ ചുവട്ടിൽ, ഹൗദിന്റെ ചുവട്ടിൽ വന്നിട്ട് ഒളിവെടുക്കുന്ന രംഗം കാണണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചിരിക്കുന്നത് 3 പ്രാവശ്യം കൈയുടെ മുട്ടുൾപ്പെടെ നമ്മൾ കഴുകണമെന്ന. ഇന്നത്തെ കുട്ടികളൊക്കെ വന്നിട്ട് ഹൗദിന്റെ അകത്ത് ഇട്ടങ്ങ് മുക്കല 3 പ്രാവശ്യം. ഹൗദിനകത്ത് തലയിടാൻ പറ്റുമെങ്കിൽ ഈ തലയൊക്കെ തടകുന്ന തന്നെ കാണണം. ഇങ്ങനെ പെയിന്റ് അടിക്കണ പോലെ ഒരു തൊടല. എന്നിട്ട് നമ്മുടെയൊക്കെ ഒളിവെടുപ്പ് നമ്മൾ കാണേണ്ടതാ. പടച്ചവന് വല്ലാത്തൊരു കലാപരിപാടി പോലെ കൈ നനഞ്ഞോ നേരെ ചുവ ഇതൊക്കെ കഴുകിയോ അതൊന്നും നമ്മൾ നോക്കാറില്ല. ധൃതി, വല്ലാത്ത ധൃതിയായിരിക്കും നിങ്ങൾക്കും. അള്ളാഹു നമ്മുടെ ധൃതി മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒളിവെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നമ്മളിങ്ങനെ താടിയും തഴമ്പും വെച്ച് നടക്കുന്നവരാ.